ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പോത്തിറച്ചി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് മുളക് പൊടിയൊക്കെ കുറച്ച് ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. ഈ ബീഫ് കറിക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ചിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചെറുതും വലുതും എല്ലാം കൂടി ചേർന്ന് ഒരു 15 വെളുത്തുള്ളിയോളം ഉണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ച് മാത്രം എടുത്താൽ മതി, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഈ ഒരു രീതിയിൽ ഇത്രയും അരിഞ്ഞാൽ മതിയേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ പോത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ. കുറച്ച് നെയ്യൊക്കെ ഉള്ള പോത്തെടുക്കുകയാണെങ്കിൽ അതാണ് ഒന്നും കൂടി ടേസ്റ്റ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ചതച്ചെടുത്തതിൽ നിന്നും 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പോത്തിറച്ചി ഇനി കുക്കറിൽ വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. 5 വിസിൽ അടിക്കണം. ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 4 വിസിൽ മീഡിയം ഫ്ലെയിമിലും മതിയേ. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കണം. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും നന്നായിട്ട് അരച്ചെടുക്കണം. ഇറച്ചി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. ഞാനിവിടെ പോത്തിറച്ചി വെക്കുമ്പോൾ അധികവും തേങ്ങ ഇതുപോലെ കൊത്തി ചേർക്കാറുണ്ട് കേട്ടോ. നല്ല രുചിയുണ്ടാവും ഇതുപോലെ തേങ്ങ കൊത്തി ചേർത്ത് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. തേങ്ങയുടെ കളറ് മാറുമ്പോഴേക്കും ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു തക്കോലം, ഒരു 5 ഏലക്ക, 4 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇതിലേക്ക് നമ്മൾ ആദ്യം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ മുളകൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ സ്മെല്ലൊന്ന് മാറി വരട്ടെ. പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ. ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമല്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊള്ളുക. ഞാൻ എപ്പോഴും പോത്തിറച്ചി വെക്കുന്ന സമയത്ത് ഒരു പിഞ്ച് കായം ചേർത്ത് കൊടുക്കാറുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം.
ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഇളക്കി കൊടുത്തിരുന്നു. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഒരുപാട് കളറ് മാറണ്ട കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ അടച്ചു വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്കാവേ. ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. മല്ലിപ്പൊടിയാണ് ഈ കറിക്ക് കൂടുതൽ വേണ്ടത്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒട്ടും അരപ്പ് കളയാതെ ചേർത്ത് കൊടുക്കാവേ. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ അടച്ചു വെച്ച് കൊടുക്കാവേ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകി വരട്ടെ. ഇനി അടച്ചു വെച്ച് കൊടുക്കുന്നില്ല. തുറന്നു വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വരട്ടെ. അതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ചേർക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് ഈ സമയത്ത് നമ്മൾ ചാറൊന്ന് പറ്റിച്ചെടുക്കണം. നന്നായിട്ട് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിക്കാതെ നോക്കണേ. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു കഴിയുമ്പം പാകത്തിനുള്ള തിക്നെസ്സേ ഉണ്ടാകത്തുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ പകുതി എടുത്തതാണ്. അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുത്തതാണ്. 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നുമില്ല. ഒറ്റത്തവണ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് തേങ്ങാപ്പാൽ എടുത്തതാണ് കേട്ടോ. ഇതിനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് തിളച്ച് ഒന്ന് കുറുകട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. കറിയൊക്കെ നന്നായിട്ട് തിളച്ച് പാകത്തിന് കുറുകിയിട്ടുണ്ട്. ഇതിന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ പാകത്തിന് ഉപ്പുണ്ട്. ഇനി ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഗരം മസാല 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്തിട്ടില്ലെങ്കിൽ 2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണേ. പെരിഞ്ജീരകം പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 3-4 ചെറിയുള്ളി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് കടുക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. താളിച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കാവേ. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം എടുത്താൽ മതി. ചിക്കനും ഇതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്